മലപ്പുറം തിരൂരങ്ങാടിയിൽ വിദ്യാർത്ഥിയെ ഓടിച്ച് കടിക്കാൻ തെരുവുനായയുടെ ശ്രമം. KC റോഡിൽ മദ്രസയിലേക്ക് പോവുകയായിരുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചത്. നിലവിളി ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടിലുള്ളയാൾ നായയെ ഓടിച്ച് കുട്ടിയെ രക്ഷിച്ചു. തെരുവുനായ ആക്രമണത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ച മറ്റത്ത് മുല്ലക്കോയ എന്ന ആ നല്ല അയൽക്കാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മുല്ലക്കോയ, നമസ്കാരം. നമസ്കാരം. താങ്കളുടെ ഒരു ചാട്ടമാണ് ഇന്ന് നാട്ടിലെല്ലാവർക്കും വലിയ ആശ്വാസം ഉണ്ടാക്കിയത്. എന്താണ് അതെ എന്താണ് സംഭവിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ ദൃശ്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അത് രാവിലെ ഒരു 6:40 ആ സമയത്ത് കുട്ടികൾ മദ്രസ പോണ സമയമാണല്ലോ. ആ സമയത്ത് ഒരു കുട്ടീന്റെ നിലവിളി കേട്ടു, അതേപോലെ നായന്റെ കുരയും കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്നതാണ്, സൗണ്ട് കേട്ടിട്ട്. അങ്ങനെ ഡോറ് തുറന്ന ഉടനെ ഞാൻ കാണുന്നത് ഇതാണ്, കുട്ടീനെ കടിക്കാൻ വേണ്ടി നിൽക്കുന്ന നായനെയും കുട്ടീനെയാണ് കാണുന്നത്. അങ്ങനെ എടുത്തു ചാടി കുട്ടീനെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇത് സ്ഥിരമായിട്ട് ഈ തെരുവ് നായ ശല്യമുള്ള സ്ഥലമാണോ നിങ്ങളുടെ ആ ഏരിയ? ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് തെരുവ് നായന്റെ ശല്യം കുറച്ച് രൂക്ഷമാണ് നമ്മുടെ നാട്ടില്. നടപടികളൊന്നും സ്വീകരിച്ചില്ലേ? പലയിടങ്ങളിലും ഈ നായയെ പിടിക്കുന്നുണ്ട്. പ്രത്യേക നടപടികളൊന്നും നമ്മളെ സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ വന്ന് ഉണ്ടായിട്ടില്ല. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊന്നും ഇതിൽ ഇടപെടുകയൊന്നും ചെയ്തിട്ടില്ലേ? ഇല്ല, പ്രത്യേകിച്ചൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഈ കുട്ടിക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അയൽക്കാർ തന്നെയാണോ? അതിന്റെ 2 വീടിന്റെ തൊട്ടപ്പുറത്ത്, അതന്നെ അയൽവാസി തന്നെയാണ് വീട്. പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? അത് നല്ല പേടിച്ചിട്ടുണ്ട് കുട്ടി. ഞാൻ വന്ന് കുട്ടീനെ രക്ഷപ്പെടുത്തിയപ്പോ കുട്ടി നല്ല വിറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുട്ടിക്ക് നല്ല പേടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതിപ്പം ഈ വീഡിയോ നമ്മൾ വൈറലായി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. കാരണം അത്രയും മോശമായ ഒരു അവസ്ഥയായിരുന്നു ആ വീഡിയോയിൽ. അത് വളരെ ക്ലിയർ ആണ്. നമുക്ക് തന്നെ വലിയ ആൾക്കാർക്ക് തന്നെ ഒരു പട്ടി അടുത്തൂടെ പോയാൽ ഉണ്ടാവുന്ന പേടി നമുക്കറിയാം. അപ്പം ഈ കുഞ്ഞിന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ എങ്കിലും ചോദിക്കുകയാണ്, ഇതിപ്പോ ഒരുപാട് പേര് കണ്ടു. താങ്കളുടെ ഒരു ഇടപെടലിലാണ് വലിയ അപകടമില്ലാതെ പട്ടി കുഞ്ഞിനെ കടിക്കാതെയൊക്കെ ഉള്ള സാഹചര്യമായത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം? ആൾക്കാരെന്ത് പറയുന്നു നാട്ടിലൊക്കെ? കുട്ടീന്റെ വീട്ടുകാരെ സമീപിച്ചിരുന്നു, നമുക്ക് വിളിച്ചിരുന്നു, ഒരുപാട് നല്ല കാര്യം ചെയ്തു, പിന്നെ ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ ആ സമയങ്ങളിൽ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു, വേറെ പരിസരത്തൊന്നും ആരും ഇല്ലായിരുന്നു. ഞാൻ ഓടി വന്നതുകൊണ്ടാണ് പെട്ടെന്ന് കുട്ടീനെ രക്ഷിക്കാൻ പറ്റിയത്. ഈ കരച്ചിൽ കേട്ടാണോ ഓടി വന്നത്? അതെ, ഞാൻ കരച്ചിൽ കേട്ടാണ് ഡോറ് തുറന്നത്. ഇത് ഒരു ഈ നായശല്യമുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. ഇതിപ്പോ ഒറ്റയ്ക്കാണ് ഈ ഒരു നായയാണ് വന്നത്. ഈ കൂട്ടമായിട്ടൊക്കെ വരുമ്പോഴെന്താ ചെയ്യാ? നിങ്ങൾ പരാതിപ്പെടുകയൊന്നും ചെയ്തില്ലേ? ഒരുപാട് തവണ മറ്റുള്ള ഒരുപാട് ആൾക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മളെ മറ്റുള്ള പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികരണം, നല്ലൊരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങള്. എന്തുകൊണ്ടാണ് അവിടെ മുല്ലക്കോയ നായശല്യം ഇത്ര അധികം? ഈ വേസ്റ്റ് ഇടുന്നതോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കാരണം വേസ്റ്റ് ഒന്നും ആരും അങ്ങനെ ഇടുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുപോകണമൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് കൊണ്ടുപോകാൻ വണ്ടി വരുന്നുണ്ട്, ആഴ്ച തോറും വീട്ടിൽ വരുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ല, അങ്ങനെ പ്രത്യേകിച്ച് എന്താ കാരണം ഞാൻ പറയാം. വേസ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ നാട്ടിലെ ഏരിയയിലൊന്നും, അങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. മുല്ലക്കോയ കുറെ ഓടേണ്ടി വന്നോ ഈ പട്ടീനെ ഓടിക്കാന്? അല്ല, വീട്ടിൽ നിന്ന് ചാടി ഒന്ന് കുറച്ചു നേരം ഒന്ന് ഓടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ നായ ഓടിപ്പോയി. ആണല്ലേ? ഓക്കെ. താങ്കളൊന്ന് പരിചയപ്പെടുത്താമോ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്? ഞാൻ വർക്ക് ചെയ്യണതാ? അതെ. ഞാൻ തിരൂരങ്ങാടി PSMO കോളേജിന്റെ ഓപ്പോസിറ്റ് വെട്ടിക്കാട്ട് ട്രേഡേഴ്സ് പ്ലൈവുഡ് ഷോപ്പാണ്, അവിടെ വർക്ക് ചെയ്യാണ് ഞാന്. ശരി. എന്തായാലും വളരെ സന്തോഷം മുല്ലക്കോയ സംസാരിക്കാൻ സാധിച്ചതില്. താങ്കളുടെ ആ ഇടപെടൽ അത് ആ കുഞ്ഞിന് അത്രയും വലിയ സഹായമായി. താങ്ക് യു ഞങ്ങളോടൊപ്പം ചേർന്നത്. കേൾക്കാം. നന്ദി പറയായിരുന്നു. എന്ന് വെച്ചാൽ വലിയ ഇടപെടലാണ് നടത്തിയത്. ആ കുഞ്ഞിന്റെ ആ നിപ്പും നമുക്ക് തന്നെ കാണുമ്പോ പേടിയാവുന്ന ആ നിപ്പാണ്. അതാണ് താങ്കൾ കുട്ടിന്റെ ഈ നിർത്താണ് ഞാൻ മനസ്സിലായി. നമ്മുടെ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു.